സംസ്ഥാനത്തെ അസംഘടിത തൊഴിലാളികളുടെ കുടിശ്ശികയുള്ള മുഴുവൻ പെൻഷൻ തുകയും നൽകാൻ UDF പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം. അസംഘടിത തൊഴിലാളികളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ അസംഘടിത ട്രേഡ് യൂണിയൻ ഐക്യവേദി കോതമംഗലം മേഖലാ കമ്മിറ്റി മെയ് ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംഘടിത തൊഴിലാളികളുടെ കഴിഞ്ഞ 15 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. പാവങ്ങളുടെയും തൊഴിലാളികളുടെയും പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തൊഴിലാളി സമൂഹത്തെയും കുടുംബാംഗങ്ങളെയും വഞ്ചിക്കുകയായിരുന്നുവെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് സ്ഥിരമായ വരുമാനമില്ലാത്ത ഒരു അവസ്ഥ പലപ്പോഴും പിരിച്ചുവിടലിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ മികച്ച വേതനം ലഭ്യമാക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മേഖലയിലെ പ്രിയപ്പെട്ടവർ അനുഭവിക്കും. അസംഘടിത ട്രേഡ് യൂണിയൻ ഐക്യവേദി കോതമംഗലം മേഖലാ ചെയർമാൻ AC രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുഖ്യ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ് മെയ് ദിന സന്ദേശം നൽകി. കൺവീനർ സുരേഷ് ആലപ്പാട്ട്, മുനിസിപ്പൽ കൌൺസിലർ മിനി മാത്യു, ചന്ദ്രലേഖ ശശിധരൻ, ആന്റണി കോട്ടപ്പടി, VM സുഗതൻ, PK രാജമ്മ, ജെയിംസ് കോറമ്പേൽ, PD എൽദോസ്, ശശി കുഞ്ഞുമോൻ, ജോയ് വർഗീസ്, ജാനകി ശേഖരൻ, CY യൂസഫ്, ജോസ് കൈതമന, ഓമന ചെല്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.